വർഷം ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിലുണ്ടായ സെൻറ്റ് മാർട്ടിൻ ആഘോഷങ്ങളുടെ പ്രൊസഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. 1600 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഹംഗറിയിൽ ജനിച്ച ഒരു റോമൻ പടയാളിയായിരുന്നു മാർട്ടിൻ. യുവസൈനികനായ മാർട്ടിൻ ഒരിക്കൽ കൊടും തണുപ്പത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ തണുത്തു വിറച്ച് നിസ്സഹായനായ ഒരു യാചകൻ മാർട്ടിൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രത്യക്ഷപ്പെട്ടു. ആ യാചകനോട് ദയ തോന്നിയ മാർട്ടിൻ തൻ്റെ പുറം കുപ്പായം മുറിച്ചെടുത്ത് അതിൻ്റെ ഒരു ഭാഗം ആ യാചകനെ പുതപ്പിച്ചു. പിന്നീട് ഒരിക്കൽ ഈ യാചകൻ്റെ രൂപത്തിൽ ക്രിസ്തു മാർട്ടിന് പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തുവിനാൽ ആകൃഷ്ടനായ മാർട്ടിൻ പിന്നീട് ക്രിസ്തു മതം സ്വീകരിച്ച് ഒരു സന്യാസിയായി ജീവിച്ചു. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അങ്ങേയറ്റം കരുണയും സ്നേഹവും ഉണ്ടായിരുന്ന മാർട്ടിൻ പിന്നീട് ഫ്രാൻസിലെ പ്രിയങ്കരനായ ഒരു ബിഷപ്പായി തീർന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും മാർട്ടിൻ അനേകായിരം കുട്ടികൾക്ക് മഹത്തായ മാതൃകയാണ്. ക്രിസ്തീയ പാരമ്പര്യമുള്ള ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, നെതർലൻഡ്, ഹംഗറി ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ സെൻറ്റ് മാർട്ടിൻ ആഘോഷങ്ങൾ വളരെ പോപ്പുലറാണ്. മാർട്ടിൻ്റെ ജന്മദിനം നവംബർ 11 ആയതുകൊണ്ട് തന്നെ നവംബർ മാസത്തിലാണ് ഇത്തരം പ്രൊസഷൻസ് നടക്കുന്നത്. ലോവർ പ്രൈമറി സ്കൂളിലും കിൻഡർ ഗാർട്ടനിലും പഠിക്കുന്ന കുട്ടികളാണ് പൊതുവെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും വോളണ്ടിയേഴ്സും പോലീസും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. ഈ ഒരു പ്രൊസഷൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുമ്പേ തന്നെ മാർട്ടിൻ്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന കഥകളെല്ലാം പരമ്പരാഗതമായി പാടി വരുന്ന പാട്ടുകൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ വിളക്കുകളും ഓരോ ഗ്രൂപ്പുകളിലും സ്കൂളുകളിലും ഉണ്ടാക്കുന്നു. ഇത്തരം കൂട്ടായ സംരംഭങ്ങൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനും മാതാപിതാക്കൾക്കും മധുരമുള്ള ഓർമ്മകളാണ്. നവംബർ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വർഷത്തിൽ ഏറ്റവും കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന മാസം. 1-2 മണിക്കൂർ ഒരു ദിവസത്തിൽ സൂര്യപ്രകാശം കിട്ടിയാൽ അത് തന്നെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ആണെന്ന് പറയാം. ഒരു സീസണൽ ഡിപ്രഷനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു സമയത്തുണ്ട്. ഇവിടെ നവംബർ മാസമാകുമ്പോൾ എനിക്ക് ശ്രീനിവാസൻ്റെ ഒരു ആത്മകഥ എന്ന സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്. കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും കൂരിരുട്ട്. അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും എല്ലാം ഒരുപോലെ. ഈ കൂരിരുട്ടെന്നുള്ള പ്രതിഭാസത്തിന് ജർമ്മൻ ഭാഷയിൽ ഒരു പ്രത്യേക പേര് തന്നെയുണ്ട്, ഡുങ്കൽ ഫ്ലൗട്ട്. സൂര്യപ്രകാശവും കാറ്റും തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ഡുങ്കൽ ഫ്ലൗട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷവും നവംബർ മാസത്തിൽ ഡുങ്കൽ ഫ്ലൗട്ട് ഉണ്ടായിരുന്നു. കാറ്റും സൂര്യപ്രകാശവുമാണ് ജർമ്മനിയിലെ പ്രധാനപ്പെട്ട റിന്യൂവബിൾ എനർജി കൊണ്ടുവരുന്നത്. കാറ്റും വെളിച്ചവും ഇല്ലെങ്കിൽ എനർജിക്കും ക്ഷാമം നേരിടും. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലായതുകൊണ്ട് തന്നെ ഓരോ വർഷവും സെൻറ്റ് മാർട്ടിൻ ആഘോഷം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വർണ്ണപ്പകിട്ടാർന്ന വിളക്കുകൾ, വിവിധ നിറങ്ങളിലുള്ള പ്രകാശത്തിൻ്റെ ഉത്സവം. മനോഹരമായ ഈ വിളക്കുകളുടെ അകമ്പടിയോടുകൂടി കുട്ടികളുടെ പാട്ട് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കുറച്ച് മഴയുള്ള കാലാവസ്ഥയായതുകൊണ്ട് കുറച്ച് പേരെങ്കിലും വിളക്കുകൾ പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞിട്ടാണ് ഈ പ്രൊസഷന് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും ടീച്ചേഴ്സിനും പേരൻസിനുമെല്ലാം ഇത് ഒരു സോഷ്യലൈസേഷനുള്ള അവസരം കൂടിയാണ്. ഈ പ്രൊസഷനിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഈ പരിപാടി കഴിയുമ്പോൾ മാർട്ടിൻ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേകമായി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ ബ്രേറ്റ്സൽ, ചില സ്ഥലങ്ങളിൽ വെക്ക്മാൻ ഒക്കെയാണ് സെൻറ്റ് മാർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി. മാർട്ടിൻ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മാർട്ടിൻ ഗൂസ് റോസ്റ്റാണ്. മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളിൽ ഈ ഒരു സീസണിൽ മാർട്ടിൻ ഗൂസ് വാങ്ങാൻ കിട്ടും. ക്രിസ്മസ് സമയത്ത് താറാവിറച്ചി കൂടുതൽ മാർക്കറ്റിൽ വിറ്റഴിയുന്ന പോലെയും ഈസ്റ്റർ സമയത്ത് മുയലിറച്ചി കൂടുതൽ വിറ്റുപോകുന്നതും പോലെ തന്നെയാണ് ഇതും. മാർട്ടിൻ ഗൂസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 5:30 തുടങ്ങിയ പ്രൊസഷൻ ഏകദേശം 6:30 തീരുന്നു. കിൻഡർ ഗാർട്ടൻ്റെ അടുത്തുള്ള മൈതാനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഈ കൊടും തണുപ്പിലും ഇരുട്ടത്തും പ്രൊസഷൻ കാണാൻ വേണ്ടി വന്ന ആളുകളെ കാത്ത് നല്ല ചൂടുള്ള സോസേജും അതുപോലെ ചൂടുള്ള ഗ്ലൂ വൈനും ബ്രെഡും എല്ലാം വിൽക്കാനായി വെച്ചിട്ടുണ്ട്. അതും വളരെ ആദായകരമായ വിലയ്ക്ക്.
പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു 100 മീറ്ററെങ്കിലും ദൂരത്തിൽ ക്യൂ നിൽക്കണം. ക്യൂവിൽ കാത്തു നിന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും ഏകദേശം നമ്മുടെ വിശപ്പിനൊരു തീരുമാനമാവും. പ്രൊസഷനെല്ലാം അവസാനിപ്പിച്ച് കുട്ടികളും മാതാപിതാക്കളും ടീച്ചർമാരും പോലീസുകാരും വോളണ്ടറി വർക്കേഴ്സും എല്ലാ കാണികളും സെൻറ്റ് മാർട്ടിനെയും യാചകനെയും കാണാനായി ഒരു മൈതാനത്തിന് ചുറ്റും ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു. പോലീസുകാരും സെക്യൂരിറ്റി ഡ്യൂട്ടിക്കാരും എല്ലാ കാര്യങ്ങളും വളരെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കൂടെ തന്നെയുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ കുട്ടികൾ കൂട്ടമായും പേരൻസിൻ്റെ കൂടെയും വീടുകൾ തോറും മാർട്ടിൻ ഗാനങ്ങൾ പാടിക്കൊണ്ട് വർണ്ണവിളക്കുകളുമായി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. പാട്ട് പാടി കഴിയുമ്പോൾ ഓരോ വീട്ടുകാരും കുട്ടികൾക്ക് ഇഷ്ടമുള്ള മധുര മിഠായികളും ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും മറ്റ് സമ്മാനങ്ങളുമൊക്കെ കൊടുക്കുന്ന ഒരു ട്രഡീഷൻ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങളായി നിർഭാഗ്യവശാൽ അമേരിക്കയിൽ നിന്ന് ഹലോവീൻ ആഘോഷങ്ങൾ ജർമ്മനിയിലേക്കും ഇറക്കുമതി ചെയ്തു. ഹലോവീൻ ഒക്ടോബർ 31 ആയതുകൊണ്ടും സെൻറ്റ് മാർട്ടിൻ അതിന് ശേഷം വരുന്നതുകൊണ്ടും കുട്ടികൾ ഹലോവീൻ്റെ ചുവട് പിടിച്ച് ഡ്രാക്കൂളയുടെയും ഡാഗിനി അമ്മൂമ്മയുടെയും ഒക്കെ വേഷവുമായി വീടുകളിൽ കയറി ഇറങ്ങാൻ ആരംഭിച്ചു. അതോടുകൂടി കുട്ടികൾ സെൻറ്റ് മാർട്ടിൻ ആഘോഷവുമായി വീടുകളിൽ വന്ന് പാട്ട് പാടുന്ന രീതി അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള പ്രൊസഷനുകളിൽ കുട്ടികൾ പാടുന്നത് കണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. അതിൽ സങ്കടകരമായ കാര്യം 1000 വർഷങ്ങൾക്കപ്പുറവും പഴക്കമുള്ള ഒരു മനോഹരമായ ട്രഡീഷനാണ് നിന്നുപോയത്. എന്നിട്ട് പകരം വന്നതോ ഒട്ടും സേഫ് അല്ലാത്ത ഹലോവീൻ ആഘോഷങ്ങൾ. ഇച്ചിരി ഭീകരത കൂടുതലുള്ളതുകൊണ്ട് ഹലോവീൻ ആഘോഷങ്ങളുടെ രാത്രിയിൽ പലപ്പോഴും പോലീസിൻ്റെ കൂടുതൽ സംരക്ഷണം ആവശ്യമായി വരുന്നു. കുട്ടികൾക്കും വലിയവർക്കും അവരുടെ പരിചയവും സൗഹൃദവും പുതുക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇത്തരം കൂടിച്ചേരലും ആഘോഷങ്ങളും. ഈ വർഷം നവംബർ മാസത്തിൽ ഞങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ 62 പ്രൊസഷൻസാണ് ഇതുപോലെ നടന്നത്. അതും വിവിധ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളും കിൻഡർ ഗാർട്ടനുകളും കേന്ദ്രീകരിച്ച് നടത്തുന്നത്. സെൻറ്റ് മാർട്ടിനെയും യാചകനെയും കാണുന്നതിനു വേണ്ടി ക്ഷമയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുന്നു. പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും മറ്റ് വോളണ്ടറി വർക്കേഴ്സിനുമെല്ലാം ഒരു വലിയ ടീം വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്ത് ഉത്തരവാദിത്വത്തോടും അച്ചടക്കത്തോടും കൂടി എങ്ങനെയാണ് ഇങ്ങനെയൊരു വലിയ പരിപാടി മനോഹരമാക്കാമെന്നുമുള്ളത് കുട്ടികൾ നേരിട്ട് പഠിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള ഒക്കേഷൻസ്. ജനക്കൂട്ടത്തിൻ്റെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ കുതിരപ്പുറത്ത് വന്ന സെൻറ്റ് മാർട്ടിനെ പ്രതിനിധീകരിക്കുന്ന കുതിരക്കാരൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന യാചകൻ്റെ അടുത്തേക്ക് എത്തുന്നു. യാചകനെ കണ്ട് ദയ തോന്നിയ മാർട്ടിൻ തൻ്റെ പുറംകുപ്പായം അഴിച്ച് അത് മുറിച്ച് പകുതി യാചകന് പുതപ്പിച്ചു കൊടുക്കുന്നു. സെൻറ്റ് മാർട്ടിൻ്റെ കഥ അനേകായിരം കുട്ടികൾക്ക് ഇന്നും ഒരു ഇൻസ്പിറേഷനാണ്. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും സഹാനുഭൂതിയോടെയും കരുണയോടും പെരുമാറുന്നതിന് കുട്ടികൾക്ക് മാതൃകയാണ് സെൻറ്റ് മാർട്ടിൻ. സെൻറ്റ് മാർട്ടിൻ ആഘോഷങ്ങളോടനുബന്ധിച്ച് സ്കൂളുകളിലും കിൻഡർ ഗാർട്ടനുകളിലും വർഷം തോറും ചാരിറ്റി ആക്ടിവിറ്റീസും പതിവാണ്. കുട്ടികളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തുന്നതിന് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഇത്തരം അവസരങ്ങൾ സഹായിച്ചേക്കാം. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് സഹജീവികളോടുള്ള സ്നേഹവും കരുതലും കരുണയും എല്ലാം കുട്ടികളിൽ വളർത്തുന്നതിനു വേണ്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ സെൻറ്റ് മാർട്ടിൻ ആഘോഷം ഇവിടെ ഒരു ട്രഡീഷനാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ഈ കാരണത്താലാവാം. സെൻറ്റ് മാർട്ടിൻ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബോൺ ഫയർ അഥവാ മാർട്ടിൻ ഫയർ ഉണ്ടാകും. മാർട്ടിൻ തൻ്റെ പുറംകുപ്പായം മുറിച്ച് യാചകന് കൊടുക്കുന്നതാണ് നമ്മളീ കാണുന്നത്. യാചകൻ മാർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ പുതപ്പ് പുതച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു.